ഹായ് ഓൾ, എല്ലാവർക്കും എൻട്രി ടെക്നിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്, നിങ്ങൾ വീഡിയോൻ്റെ തമ്പനയിൽ കണ്ട പോലെ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് ബിടെക്കിലെ എല്ലാ ബ്രാഞ്ചുകാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റിയ ടെക്നീഷ്യൻ പോസ്റ്റിനെ കുറിച്ചാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നൽ അപ്ലൈ ചെയ്യാൻ പറ്റാത്ത ഒരു വിഷമം കുറേ മെക്കാനിക്കൽ സിവിൽ സുഹൃത്തുക്കൾ നമ്മളെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ എല്ലാ ബ്രാഞ്ചുകാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റിയ, അതേപോലെ തന്നെ ബിടെക്കിൽ സപ്ലൈ ഉള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ, അതായത് +2 കഴിഞ്ഞ ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു മികച്ച അവസരമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്തത്. RRBയുടെ ടെക്നീഷ്യൻ ഗ്രേഡ് 3 S&T എന്ന് പറയുന്ന പോസ്റ്റ്. RRBയുടെ ടെക്നീഷ്യൻ ഗ്രേഡ് 3 ആണ് കേട്ടോ. ടെക്നീഷ്യൻ ഗ്രേഡ് 3 പോസ്റ്റിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഗ്രേഡ് 3 S&T ആണ്. ഗ്രേഡ് 3 S&T. ഈ ഒരു പോസ്റ്റിന്റെ ക്വാളിഫിക്കേഷൻ ആയിട്ട് റെയിൽവേ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. മെട്രിക്കുലേഷൻ ഓർ SSLC പ്ലസ് ITI സർട്ടിഫിക്കറ്റ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് NCVT SCVT in the trades in electronics, mechanic, electrician, wireman and matriculation SSLC plus course complete apprenticeship in the trades mentioned above. ഇത്രയും കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇതൊന്നും നമുക്കില്ലല്ലോ എന്ന്. ഇനിയാണ് ട്വിസ്റ്റ് വരുന്നത്. അതായത് ഇതിൽ വന്നിരിക്കുന്ന അടുത്തത് ഓർ വെച്ച് പറഞ്ഞിരിക്കുന്നത് എന്താണ്? 10+2 ഫിസിക്സ് ആൻഡ് മാത്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? 10+2 ഫിസിക്സ് ആൻഡ് മാത്സ്, വിച്ച് മീൻസ് നിങ്ങൾ +2 ഫിസിക്സ് ആൻഡ് മാത്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്? ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതൊരു നല്ല അവസരമല്ലേ? ഇതൊരു മികച്ച അവസരമല്ലേ? അതായത് നിങ്ങൾക്ക് ബിടെക്കിന് സപ്ലിൻ്റ് ആയിക്കോട്ടെ, ബിടെക് കംപ്ലീറ്റ് ആയില്ലായിരിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, പക്ഷേ നിങ്ങൾ 10ാം ക്ലാസ്സിൽ +2 ഫിസിക്സ് ആൻഡ് മാത്സ് പഠിച്ചത് കൊണ്ട് നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാം. മാത്രമല്ല നിങ്ങളുടെ ബിടെക്കിൻ്റെ ബ്രാഞ്ചസിലുള്ള ഒരു സംഭവം ഇവിടെ പഠിക്കാനില്ല. ഇവിടെ പഠിക്കാനുള്ളത് മുഴുവൻ എന്താണ്? നോൺ ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇവിടെ കൃത്യമായ പ്ലാനിങ്ങോട് കൂടി പഠിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. ഇതെവിടെ നിന്ന് പഠിച്ചു തുടങ്ങണമെന്നല്ലേ? ഇതെവിടെ നിന്ന് പഠിച്ചു തുടങ്ങണമെന്ന് കൺഫ്യൂഷനുള്ള ആളുകൾക്ക് എൻട്രിയുടെ ഏറ്റവും സ്പെഷ്യലായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരു സ്പെഷ്യൽ സ്റ്റഡി മെറ്റീരിയൽ ബേസ്ഡ് ആയിക്കൊണ്ടുള്ള ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഗോൾഡ് ബാച്ച് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പുതിയ ഗോൾഡ് ബാച്ചിലേക്കുള്ള അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു ഗോൾഡ് ബാച്ചിലൂടെ ലഭിക്കാൻ പോകുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച അധ്യാപകരുടെ വീഡിയോ ക്ലാസ്സസ്, അതേപോലെ ക്ലാസ് ബേസ് ചെയ്തിട്ടുള്ള സ്റ്റഡി നോട്ട്സുകൾ, മോക്ക് എക്സാംസുകൾ, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സാണ് നിങ്ങൾക്ക് ഈ ഒരു എക്സാമിൻ്റെ ഭാഗമായിട്ട് ലഭിക്കാൻ പോകുന്നത്. സോ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫിൽ ചെയ്യുക. അതേപോലെ തന്നെ ഇതേപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസുകൾ ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുകയും ചെയ്യട്ടോ. കാരണം ഇതൊന്നും പല ആളുകൾ അറിയാതെ പോകുന്ന പോസ്റ്റുകളാണ്. നിങ്ങൾ ഈ വീഡിയോ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യണം. ഇതൊരു റിക്വസ്റ്റ് ആണ് കേട്ടോ. നിങ്ങൾ ഈ വീഡിയോ പരമാവധി ആളുകളിലേക്ക് എന്ത് ചെയ്യണം? ഷെയർ ചെയ്യണം. കാരണം നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ബിടെക് ബ്രാഞ്ചസിലുള്ള കുട്ടികൾക്ക്, അതേപോലെ +2 ഫിസിക്സ് ആൻഡ് മാത്സ് പഠിച്ചു കഴിഞ്ഞ ആളുകൾക്കൊക്കെ യൂസ്ഫുൾ ആവുന്നൊരു വീഡിയോ ആണ്. ആരും ഈ പോസ്റ്റിനെ കുറിച്ച് അറിയാതെ പോകരുത്. സോ ഈ പോസ്റ്റിൽ എത്ര വേക്കൻസി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ പല വീഡിയോസുകളിലായിട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോസുകളൊക്കെ ഈ ചാനലിൽ പോയി കഴിഞ്ഞാൽ തന്നെ കാണാൻ സാധിക്കും. സോ നിങ്ങളിത് പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യണത് എൻ്റെ ഒരു സ്പെഷ്യൽ റിക്വസ്റ്റ് ആണ്. എല്ലാവരും എന്ത് ചെയ്യുക? ഈ വീഡിയോ പരമാവധി ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്യണം. അതേപോലെ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫിൽ ചെയ്യുക. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു ഫോർ ലിസണിങ്. ഹാവ് എ നൈസ് ഡേ.